ലോക മനസാക്ഷി ഞെട്ടിച്ച് നൈജീരിയൻ കത്തോലിക്ക ദേവാലയത്തിൽ ദിവ്യബലി മധ്യേ കൂട്ടക്കൊല. ആയുധധാരികളുടെ ആക്രമണത്തിൽ 50-ലേറെ പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒവോയിലെ സെന്റ് ഫ്രാൻസിസ് കത്തോലിക്ക ദേവാലയത്തിൽ പന്തക്കുസ്ത തിരുനാളിലെ ദിവ്യബലി മധ്യേയായിരുന്നു അതിനിഷ്ഠൂര കൃത്യം അരങ്ങേറിയത്. ദേവാലയത്തിൽ അതിക്രമിച്ചു കയറിയ ആയുധധാരികൾ വിശ്വാസികൾക്ക് നേരെ വെടിയുതിർക്കുകയും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു. നൈജീരിയയിൽ തീവ്രവാദ വിളയാട്ടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ദൈവാരാധനയ്ക്കും തിരുനാളാഘോഷത്തിനുമായി തീക്ഷ്ണതാപൂർവ്വം ദേവാലയത്തിൽ വന്നുചേർന്ന വിശ്വാസികൾ തങ്ങളുടെ ദിവ്യനാഥന്റെ ബലിയർപ്പണത്തിൽ സജീവ പങ്കാളിത്തം പ്രഘോഷിച്ച് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതും ഇതര വിശ്വാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വിലപിക്കുന്നതുമായ കരളലിയിക്കുന്ന ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. മരിച്ചവരുടെ എണ്ണത്തിൽ കൃത്യമായ വ്യക്തത വന്നിട്ടില്ല. നിരവധി പേരാണ് ആശുപത്രികളിൽ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം മരണസംഖ്യ 85 കടന്നതായും ഫുലാനി തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പ്രാർത്ഥനയിലായിരുന്ന നിരപരാധികൾക്ക് നേരെ തുറന്നുവിട്ട നീചവും പൈശാചികവുമായ ആക്രമണത്തിൽ അതീവ ദുഃഖമറിയിച്ച ഓണ്ടോ സ്റ്റേറ്റ് ഗവർണർ അരകുൻറിൻ അഗരെ ഡോലു അക്രമകാരികളെ കണ്ടുപിടിച്ച് നീതി നടപ്പാക്കുമെന്നും ട്വീറ്റ് ചെയ്തു. സംഭവത്തെ ഹീനമെന്ന് വിശേഷിപ്പിച്ച് നൈജീരിയൻ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരിയും പ്രസ്താവന ഇറക്കുകയും കത്തോലിക്ക സഭയോടും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അറിയിച്ചു. അതേസമയം ഫ്രാൻസിസ് പാപ്പ ആക്രമണത്തിനിരകളായവർക്കും നൈജീരിയയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായും ദൈവാത്മാവിന്റെ സമാശ്വാസം ഏവർക്കും ലഭിക്കാൻ വേണ്ടി കർത്താവിനെ ഏവരെയും ഭരമേൽപ്പിക്കുന്നതായും വ്യക്തമാക്കിക്കൊണ്ട് വത്തിക്കാൻ പ്രസ്താവന ഇറക്കി.